ഹലോ ഡ്യൂവേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സേഫ് ഫുഡ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു നമ്മൾ നിർത്തിയത്. എന്തായിരുന്നു അത്? ഒരു പാക്കറ്റ് ഫുഡ് ഐറ്റത്തിൽ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ഫുഡ് ഐറ്റത്തിൻ്റെ മുകളിൽ നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് ലഭിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഫിഷ് വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുമ്പോൾ എങ്ങനെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ കേടുവന്നതാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളൊരു ചെറിയൊരു ടാബിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ് അഡൾട്രേഷൻ എന്നാണ്, മായം ചേർക്കൽ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്ക്, അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ മായം ചേർക്കൽ എന്നാണ് മലയാളത്തിൽ പറയാം. ഫുഡ് അഡൾട്രേഷൻ ഈസ് എൻ ഏരിയ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് വൈൽ കൺസിഡറിങ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ് ഐറ്റം. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിഗണിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഈ മായം ചേർക്കൽ എന്ന് പറയുന്നത്. അനലൈസ് ദ ന്യൂസ് റിപ്പോർട്ട് ഓൺ അഡൾട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. അപ്പോൾ താഴൊരു ന്യൂസ് റിപ്പോർട്ടാണ് കൊടുത്തത്. അത് ബേസ് ചെയ്തിട്ട് തൊട്ട് താഴെയായിട്ട് 2 ചോദ്യങ്ങളുണ്ട്, അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കുക, എക്സസീവ് അഡൾട്രേഷൻ ഇൻ ജാഗരി എന്ന് പറഞ്ഞാൽ എന്താണ്? ശർക്കരയാണ്. ശർക്കരയിൽ വൻതോതിൽ മായം എന്നാണ് ഈ ഒരു ഹെഡിങ് കൊടുത്തത്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി സീസ്ഡ് 3500 കിലോഗ്രാം ഓഫ് അഡൾട്രേറ്റഡ് ജാഗരി ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് 3500 കിലോഗ്രാം മായം കലർന്ന ശർക്കര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടിയെന്നാണ് പറയുന്നത്. ജാഗരി മിക്സ്ഡ് വിത്ത് റോഡോമിൻ ബി, എ സിന്തറ്റിക് ഡൈ ദാറ്റ് ഇമ്പാർട്ട് കളർ ടു ഫാബ്രിക് വാസ് സീസ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ഇവിടെ കണ്ടെത്തിയത്? നമ്മളുടെ തുണികൾക്കൊക്കെ, ഫാബ്രിക് എന്ന് പറഞ്ഞാൽ തുണികൾക്കൊക്കെ നിറം കൊടുക്കുന്ന ഒരു സിന്തറ്റിക് ഡൈ ഉണ്ട്, അതിൻ്റെ പേരാണ് റോഡോമിൻ ബി എന്ന് പറയും. അപ്പോൾ അത് കലർത്തിയ ശർക്കരയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പിടികൂടിയത്. പിന്നെയോ, ദ പ്രസൻസ് ഓഫ് ഇവൻ എ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് റോഡോമിൻ ബി ഇൻ ദ ബോഡി ക്യാൻ കോസ് ഫാറ്റൽ ഡിസീസ് ലൈക്ക് ക്യാൻസർ. അതായത് ഈ ഒരു റോഡോമിൻ ബി എന്ന് പറയുന്നത് ചെറിയ അളവിൽ പോലും നമ്മളുടെ ശരീരത്തിലെത്തിയാൽ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? ശർക്കരയിൽ മായം കലർത്തുന്നുണ്ടല്ലേ. എന്തിനാണ് ശർക്കരയിൽ മായം കലർത്തുന്നത്? ശർക്കര നമുക്കറിയാം, ഒരു വെള്ളത്തിലൊക്കെ ഇട്ടാൽ ഒരു ചുവന്ന നിറത്തിലോട്ടായിട്ട് മാറൂല്ലേ. അപ്പോൾ ആ ചുവന്ന നിറം വരാൻ വേണ്ടിയിട്ട് ഇവിടെ മായം കലർത്തിയത് എന്താണ്? ഫാബ്രിക്കിനൊക്കെ യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ഡൈ ആയിട്ടുള്ള റോഡോമിൻ ബി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഈ റോഡോമിൻ ബി ഒക്കെ നമ്മളുടെ ശരീരത്തിലെത്തിയാൽ വളരെ ദോഷകരം ചെയ്യുന്നതാണ്. അതായത് ക്യാൻസർ പോലത്തെ മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ ഇവിടുത്തെ ചോദ്യമാണിത് ബേസ് ചെയ്തിട്ട്, വൈ ഈസ് റോഡോമിൻ ബി ആഡഡ് ടു ജാഗരി? എന്തിനായിരിക്കും റോഡോമിൻ ബി ഈ ശർക്കരയിലൊക്കെ ചേർക്കുന്നത്? എന്തിനാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ടു ഇംപ്രൂവ് ദ കളറാണ്. അതായത് ഈ ഒരു റോഡോമിൻ ബി നമ്മളുടെ ഫാബ്രിക്കിനൊക്കെ കൊടുക്കുന്ന നിറം എന്ന് പറയുന്നത് റെഡ് നിറമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ശർക്കരൻ്റെ അകത്ത് ചേർക്കുമ്പോൾ ഒരു റെഡ് നിറത്തിലോട്ടായിട്ടാണ് അത് മാറുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊതുവേ ഈ ശർക്കരയിലൊക്കെ കളറ്, അതായത് റോഡോമിൻ ബി ചേർക്കുന്നത്, ഒരു റെഡ് നിറം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഹാം ഇൻ ആഡിങ് റോഡോമിൻ ബി? ഈ റോഡോമിൻ ബി ചേർക്കുന്നത് കൊണ്ട് എന്താണ് ദോഷം ചെയ്യുന്നത്? എന്ത് ദോഷമാണ് നമുക്ക് വരുന്നത്? റോഡോമിൻ ബി ഇൻ ദ ബോഡി ക്യാൻ കോസ് ഫാറ്റൽ ഡിസീസ് ലൈക്ക് ക്യാൻസർ പോലത്തെ മാരകമായ അസുഖങ്ങൾ വരും. You may have noticed similar kind of adulteration in various food item. അതായത് ഇതുപോലെ പല ഭക്ഷ്യവസ്തുക്കളിലും മായം ചേർക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അല്ലേ. അതായത് നമ്മൾ പൊതുവേ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് എല്ലാ വസ്തുക്കളിലും തന്നെ മായം ചേർക്കുന്നതായിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. ഈ മുളക് പൊടിയിൽ മായം ചേർക്കുന്നുണ്ട്. എന്താണ് ചേർക്കുന്നത്? ഇഷ്ടിക പൊടി ചേർക്കുന്നുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. കാരണം എന്താണ്? ഇഷ്ടിക പൊടിക്ക് ചുവന്ന നിറമാണ്, ഈ മുളക് പൊടിക്കും ചുവന്ന നിറം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ചേർത്താൽ ആരും അറിയാനൊന്നും പോകുന്നില്ല. അതേപോലെ തന്നെ എന്താണ്, ഈ ഒരു കുരുമുളകിൻ്റെ അകത്തേക്ക് ഈ ഉണങ്ങിയ
പപ്പായൻ്റെ കുരുക്കൾ ചേർക്കാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് പത്തിരിപ്പൊടിൻ്റെ അകത്തേക്ക് ചോക്ക് പൊടി ചേർക്കുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരും തിരിച്ചറിയാൻ പോകുന്നില്ല അല്ലേ, ഇത് ചോക്ക് പൊടിയാണോ അല്ലെങ്കിൽ പത്തിരി പൊടിയാണോ എന്ന് ആരും അറിയാൻ പോകുന്നില്ല. അപ്പോൾ അതേപോലെയാണ് ഈ അഡൾട്രേഷൻ എന്ന് പറയുന്നത്. ചേർക്കുന്നത് ആരുമായിട്ട് അറിയയില്ല, പക്ഷെങ്കിൽ നമുക്കത് വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ഇൻ ഫുഡ് ഐറ്റംസ് ലൈക്ക് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ ആൻഡ് ടീ ഡസ്റ്റ്, substance that resemble them are added as adulterant. അതായത് ഈ മുളക് പൊടി, ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ മുളക് പൊടി, ടെർമറിക് പൗഡർ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, പിന്നെ ടീ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ തേയില. അപ്പോൾ എന്നിവയിലൊക്കെ തന്നെ അവയുമായിട്ട് സാമ്യമുള്ള വസ്തുക്കളാണ് പൊതുവേ നമ്മൾ ഈ മായത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. മായം കലർത്തുന്നതിന് ആ ഒരു വസ്തുവിനോട് സാമ്യമുള്ളതായിരിക്കും എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുളക് പൊടിൻ്റെ അകത്തേക്ക് ഇഷ്ടിക പൊടി ചേർക്കുന്നത് കൊണ്ട് ആരും തിരിച്ചറിയാൻ പോകുന്നില്ല, രണ്ടിനും ചുവന്ന നിറമാണ്. അതുപോലെ നല്ല പൊടിച്ചാണ് ചേർക്കുകയും ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് ഈ അഡൾട്രേഷൻ, മായം ചേർക്കൽ എന്താണെന്നാണ് ഈ ഒരു നീല ബോക്സിൽ കൊടുത്തത്. നോക്കിക്കേ, അഡീഷൻ ടു സിമിലർ ചീപ്പ് ആൻഡ് പുവർ ക്വാളിറ്റി സബ്സ്റ്റൻസ് ടു ഫുഡ് ഐറ്റം ഈസ് കോൾഡ് അഡൾട്രേഷൻ. അപ്പോൾ മായം ചേർക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും അതേപോലെ തന്നെ വില കുറഞ്ഞതും ഗുണവാരമില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളൊക്കെ കലർത്തുന്നതിനാണ് നമ്മൾ മായം ചേർക്കൽ എന്ന് പറയുന്നത്. ഇവിടെ ചീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, വില കുറഞ്ഞത്. പുവർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുണവാരമില്ലാത്തത്. അതേപോലെ സിമിലർ ആയിട്ടുള്ളതുമാണ്. ഓക്കെ, നമ്മൾ ഏത് വസ്തുവിലാണോ മായം ചേർക്കുന്നത് ആ വസ്തുവിനോട് സാദൃശ്യമുള്ള വസ്തുക്കളാണ് ചേർക്കുക. അതേപോലെ ഗുണവാരമില്ലാത്തത്, പിന്നെന്താണ് ചീപ്പായിട്ടുള്ളത്, വില കുറഞ്ഞതുമായിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ മായം ചേർക്കാൻ ഉപയോഗിക്കുന്നത്. സെല്ലിംഗ് ഫുഡ് ഐറ്റം ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി കമ്പോണൻറ്റ്സ് ആൻഡ് unauthorized addition of color to food item to give the appearance of quality can also be branded as adulteration. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു പദാർത്ഥത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ചേർക്കുന്നത് മാത്രമല്ല, ആഡ് ചെയ്യുന്നത് മാത്രമല്ല അഡൾട്രേഷൻ എന്ന് പറയുന്നത്, മറിച്ച് ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം വിൽക്കുന്നതും അതേപോലെ തന്നെ ഗുണനിലവാരം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സിന്തറ്റിക് ആയിട്ടുള്ള കളേഴ്സൊക്കെ ചേർക്കുന്നതും ഈ മായം ചേർക്കലിൽ തന്നെ ഉൾപ്പെടുത്തുന്നതാണ്. Many of the food items you consume may be adulterated. Hence, while selecting food item, maximum quality should be ensured. How can we detect food adulteration? Let's examine some food item. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൊക്കെ തന്നെ ഇതേപോലെ മായം ചേർത്ത പലതും ഉണ്ടാവും അല്ലേ. മുളക് പൊടി ആയിക്കോട്ടെ, ഇനി മറ്റ് മഞ്ഞപ്പൊടി ആയിക്കോട്ടെ, കുരുമുളക് പൊടി ആയിക്കോട്ടെ, ഇതിലൊക്കെ എന്താവും, ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഇങ്ങനെ മായം ചേർത്തതൊക്കെ ആയിരിക്കും നമുക്ക് നൽകുന്നുണ്ടാവുക. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് മനസ്സിലാക്കാനുള്ള കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് അഡൾട്രേഷൻ ഇൻ ഹണി. ഹണി എന്ന് പറഞ്ഞാൽ എന്താണ്, തേനാണല്ലേ. അപ്പോൾ ഈ തേനിൽ എന്തൊക്കെ മായമാണ് ചേർക്കൽ, ഇനി മായം ചേർത്താൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി പ്രോബബിൾ അഡൾട്രൻറ്റ് ഫോർ ഹണി. അപ്പോൾ താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ് തേനിൽ മായം ചേർക്കാൻ പറ്റുന്നവ? ആദ്യത്തേത് വാട്ടറാണ്. വെള്ളം ചേർത്താൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂലേ, കാരണം നമുക്കറിയാം തേനിലൊരു കട്ടി ഉണ്ടാവില്ലേ, ആ കട്ടി കുറയും ചെയ്യും, അതേപോലെ തേൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സും കുറയും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ എന്തോന്ന് ചേർത്തിട്ടുണ്ട്, വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് ജാഗ്രി സൊല്യൂഷനാണ്. ജാഗ്രി സൊല്യൂഷൻ ചേർത്താൽ അതിൻ്റെ കളറ് നോക്കിക്കേ, നമ്മുടെ തേൻ്റെ കളറിനോട് സാമ്യമുണ്ട്, അതേപോലെ നല്ല സ്വീറ്റുമാണ്. പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല ഈ ശർക്കര വെള്ളം ചേർത്താൽ. ജാഗ്രി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശർക്കര വെള്ളമാണ്. ഇനി ഷുഗർ സൊല്യൂഷനും ഇതേപോലെ തന്നെയാണ്. ചേർത്താൽ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല, കാരണം സ്വീറ്റ്നെസ് ഉണ്ടല്ലോ അല്ലേ, മധുരമുണ്ട്, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. റൈസ് സൂപ്പ് ആണെങ്കിലോ, റൈസ് സൂപ്പ് ചേർക്കുകയാണ്, അല്ലെങ്കിൽ റൈസ് സൂപ്പ് എന്ന് പറഞ്ഞാൽ അരിപ്പൊടി കലക്കിയ വെള്ളം, അപ്പോൾ അങ്ങനെ അത് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കളറും കുറയും, തിക്നെസ് ഉണ്ടാവും, പക്ഷേങ്കിൽ ആ ഒരു കളറ് ചെറിയൊരു മങ്ങൽ വരെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിൽ ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ളത് ജാഗ്രി സൊല്യൂഷനും അതേപോലെ തന്നെ ഷുഗർ സൊല്യൂഷനുമാണ്. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെ എഴുതി എന്താണെന്ന് നോക്കിക്കേ. പ്യുവർ ഹണി ഈസ് വെരി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിലപിടിപ്പുള്ളതാണ്. അതായത് ശുദ്ധമായിട്ടുള്ള തേൻ എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണ്. യൂഷ്വലി ഷുഗർ സൊല്യൂഷൻ ഓർ ജാഗ്രി സൊല്യൂഷൻ ഈസ് മിക്സ്ഡ് വിത്ത് ഹണി. പൊതുവേ ഷുഗർ സൊല്യൂഷൻ, അതായത് പഞ്ചസാര ലായനിയോ അല്ലെങ്കിൽ ശർക്കര ലായനിയോ ആണ്
ഈ ഒരു തേൻ്റെ കൂടെ മിക്സ് ചെയ്യൽ. അതായത് അഡൾട്രൻ്റ് ആയിട്ട് മായം ചേർക്കാനായിട്ട് പൊതുവെ തേൻ്റെ കൂടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ജാഗ്രി സൊല്യൂഷനും അതേപോലെ ഷുഗർ സൊല്യൂഷനുമാണ്. ഡിപ്പ് എ കോട്ടൺ വിക്ക് ഇൻ ഹണി ആൻഡ് ലൈറ്റ് ഇറ്റ്. അതായത് കോട്ടൺ വിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടൺ തിരി. ഒരു കോട്ടൺ തിരി തേനിൽ മുക്കിയിട്ട് കത്തിക്കുക. ഇഫ് ഇറ്റ് ബേൺ വെൽ ഹണി ഈസ് നോട്ട് അഡൾട്രൻ്റ്. അതായത് ഈ തിരി കത്തുകയാണെങ്കിൽ ഈ തേനിൽ മായം ചേർത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലായോ? അതായത് നിങ്ങളുടെ വീട്ടിലെ തേനിലൊക്കെ മായം ചേർത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബെസ്റ്റ് ഐഡിയ ആണത്. കുറച്ച് തേനെടുക്കുക, എന്നിട്ട് ഇതിപ്പോൾ വീട്ടിൽ നിന്നല്ല പുറത്തുനിന്ന് വാങ്ങിയ തേനാണെങ്കിൽ നമുക്കിത് പരീക്ഷിക്കാം. കാരണം വീട്ടിൽ നിന്ന് എടുത്താൽ നമുക്ക് ഉറപ്പാണല്ലോ ശുദ്ധമായിട്ടുള്ള തേനാണെന്ന്. അപ്പം പുറത്തുനിന്നൊക്കെ വാങ്ങിയ തേനാണെങ്കിൽ കുറച്ച് തേന് എടുക്കുക. അതിൽ കോട്ടൺ തിരി അല്ലേ, കോട്ടൺ ഇതേപോലെ ചെറിയൊരു കോട്ടൺ ഇങ്ങനെ തിരി പോലെ തിരിച്ചിട്ട് അതിലേക്ക് മുക്കുക. എന്നിട്ട് അത് കത്തിച്ച് നോക്കുക. നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ അതിൽ മായം ചേർത്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇഫ് ഇറ്റ് ലൈറ്റഡ് വിക്ക് ബേൺ വിത്ത് എ ക്രാക്കിംഗ് സൗണ്ട് ദ ഹണി ഈസ് അഡൾട്രൻ്റ്. അതായത് ഇനി ആ ഒരു തിരി, നമ്മുടെ കോട്ടൺ തിരി ഒരു സൗണ്ടോട് കൂടിയിട്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചാണ് കത്തുന്നെങ്കിൽ അതിൽ മായം ചേർത്തിട്ടുണ്ട്, അഡൾട്രൻ്റ് ആണ്, മായം ചേർത്തിട്ടുണ്ടെന്നാണ്. ദിസ് സൗണ്ട് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വാട്ടർ ഇൻ ഷുഗർ ഓർ ജാഗ്രി സൊല്യൂഷൻ ആഡഡ് ടു ഹണി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മായം ചേർത്ത തേനിൽ ഈ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്നാണ് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ തേനിൽ ചേർത്ത പഞ്ചസാര ലായനിയിലത്തോ അല്ലെങ്കിൽ ശർക്കര ലായനിയിലത്തോ ജലാംശമാണ് ഇങ്ങനെ തിരി കത്തുമ്പോൾ ഈ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവാനുള്ള റീസൺ. ഷുഗർ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുന്നത്? കുറച്ച് പഞ്ചസാരൻ്റെ അകത്തേക്ക് ഈ വെള്ളം ചേർത്തതാണ്. അതേപോലെ തന്നെയാണ് ശർക്കര ലായനി ഉണ്ടാക്കുന്നത്. ശർക്കരൻ്റെ അകത്തേക്ക് വെള്ളം ചേർക്കുക. അപ്പോൾ ഇതിലത്തെ വെള്ളം ഈ തേനിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് പറയാൻ പോകുന്നത്. വെൻ പ്യുവർ ഹണി ഈസ് poured ഇൻടു വാട്ടർ ഇറ്റ് ഇസ് സെറ്റിൽ ഡൗൺ. അതായത് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിൽ പ്യുവർ ഹണി ഒഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഗ്ലാസിൻ്റെ താഴോട്ടേക്ക് അങ്ങ് പോകും. ഇഫ് ദ ഹണി ഈസ് അഡൾട്രൻ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഡിസോൾവ് ഇൻ വാട്ടർ. ഇനി എന്തെങ്കിലും മായം ചേർത്ത തേനാണെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഇങ്ങനെ തേൻ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളവുമായിട്ട് ലയിച്ച് ചേരുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അതായത് 2 ഗ്ലാസ് എടുക്കുക, പ്യുവറായിട്ടുള്ള ഹണിയും എടുക്കുക, എന്തെങ്കിലും മായം ചേർത്ത തേനും എടുക്കുക. അങ്ങനെ പ്യുവർ ഹണി നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ താഴോട്ടേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്തെങ്കിലും മായം ചേർത്ത തേനാണെങ്കിൽ അത് ഈ വെള്ളത്തിലോട് ലയിച്ച് ചേരുന്നത് പോലെയും നമുക്ക് കാണാൻ പറ്റും. കണ്ടക്ട് ബോത്ത് ദീസ് എക്സ്പെരിമെൻറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫൈൻഡിങ് ഇൻ സയൻസ് ഡയറി. അപ്പോൾ ഈ 2 എക്സ്പെരിമെൻറ്റും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ബുക്കിലേക്ക് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നോട്ട് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ എന്തൊക്കെ വേണം? എയിം. അപ്പോൾ എയിം ഇവിടെ എന്താണ്? ചെക്കിങ് വെദർ ഹണി ഈസ് അഡൾട്രഡ്. അതായത് തേനിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ റിക്വയർസ് എന്തൊക്കെയാണ്? പ്യുവർ ഹണി വേണം, പിന്നെ ഷുഗർ സൊല്യൂഷൻ വേണം, അതേപോലെ കോട്ടൺ വിക്ക്, കോട്ടൺ തിരി വേണം, പിന്നെ മാച്ച് സ്റ്റിക്ക് അതായത് തീപ്പെട്ടി, ഗ്ലാസും വേണം. ഇനി പ്രൊസീജിയർ 1 ചെയ്യുന്ന രീതിയാണ്. ഒന്നാമത്തെ എന്താണ്? ടേക്ക് എ ഗ്ലാസ് ഓഫ് ഷുഗർ സൊല്യൂഷൻ ഈസ് മിക്സ്ഡ് വിത്ത് ഹണി. ഒരു ഗ്ലാസ്സിൽ ഷുഗർ സൊല്യൂഷൻ എടുക്കുക, അത് തേനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഡിപ്പ് എ കോട്ടൺ വിക്ക് ഇൻ ഹണി ആൻഡ് ലൈറ്റ് ഇറ്റ്. അതായത് ആ ഒരു കോട്ടൺ തിരി അതിൽ ഡിപ്പ് ചെയ്യുക, മുക്കി നോക്കുക, എന്നിട്ട് അത് കത്തിക്കുക. ഒബ്സർവ് വാട്ട് ഹാപ്പൻ. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. ഇനി രണ്ടാമത്തെ പ്രൊസീജിയർ, ടേക്ക് എ ഗ്ലാസ് ആഡ് സം പ്യുവർ ഹണി ഡിപ്പ് എ കോട്ടൺ വിക്ക് ഇൻ ഹണി ആൻഡ് ലൈറ്റ് ഇറ്റ്. അതായത് ഒരു ഗ്ലാസ്സിൽ നല്ല പ്യുവർ ആയിട്ടുള്ള ഹണി എടുക്കുക, എന്നിട്ട് അത് കോട്ടൺ വിക്ക് കോട്ടൺ തിരി അതിൽ മുക്കി നോക്കുക, കത്തിച്ച് നോക്കുക. ഒബ്സർവ് വാട്ട് ഹാപ്പൻ. എന്ത് സംഭവിക്കുന്നു ഒബ്സർവ് ചെയ്യുക. ഇനി അതിൻ്റെ ഒബ്സർവേഷനാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ. അതായത് ഒന്നാമത്തെ പ്രൊസീജിയർ ചെയ്തതിൻ്റെ ഒബ്സർവേഷനാണ് ഒബ്സർവേഷൻ 1 എന്ന് പറയുന്നത്. എന്താണ്? കോട്ടൺ വിക്ക് ബേൺ വിത്ത് ക്രാക്ലിംഗ് സൗണ്ട്. ക്രാക്ലിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവുക, അവരിങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് കത്തുന്നതിനെയാണ് ക്രാക്ലിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ, അതായത് മായം ചേർത്ത തേനിലെ എക്സ്പെരിമെൻറ്റിൽ അതിൽ കോട്ടൺ തിരി ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കത്താൻ തുടങ്ങി.
ഇനി ഒബ്സർവേഷൻ 2, അതായത് പ്യുവർ ഹണിയിലാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബേൺ വെൽ, നന്നായിട്ട് കത്താനും തുടങ്ങി കോട്ടൺ തിരി. ഓക്കെ, ഇനി അതിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. നിഗമനം എന്താണ്? ഇഫ് ലൈറ്റഡ് വിക്ക് ബേൺ വിത്ത് എ ക്രാക്ലിംഗ് സൗണ്ട് ദ ഹണി ഈസ് അഡൾട്ടറേറ്റ്. അതായത് ഈ തിരി ഒരു പൊട്ടിത്തെറിച്ചാണ് കത്തുന്നെങ്കിൽ, പൊട്ടിത്തെറിച്ചുകൊണ്ട് കത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? തേനിൽ മായം ചേർത്തിട്ടുണ്ട്. അഡൾട്ടറൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? മായം ചേർത്തിട്ടുണ്ട്. രണ്ടാമത്തത് ഇഫ് കോട്ടൺ വിക്ക് ബേൺ വെൽ ഈസ് നോട്ട് അഡൾട്ടറൻ്റ്. അതായത് ഇനി ആ ഒരു തിരി, കോട്ടൻ്റെ തിരി പിന്നെ നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? തേനിൽ മായം ചേർത്തിട്ടില്ല, അതായത് പ്യുവർ ഹണിയാണെന്ന് അർത്ഥം. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വെള്ളത്തിൽ ഹണി ചേർക്കുന്ന ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ എയിം എന്താണ്? ചെക്കിങ് വെദർ ഹണി ഈസ് അഡൾട്രേറ്റഡ് അല്ലേ, അതായത് തേനിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ റിക്വേർഡ്, അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ്? പ്യുവർ ഹണി വേണം, അഡൾട്ടഡ് ഹണി വേണം. അതായത് അഡൾട്ടഡ് ഹണി എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ജാഗരി സൊല്യൂഷൻ ചേർത്തത്, അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ ചേർത്തത്, പിന്നെ വാട്ടർ വേണം, ഗ്ലാസ് വേണം. ഇനി അടുത്തത് പ്രൊസീജിയറാണ്. ഇവിടെ പ്രൊസീജിയർ നോക്കിക്കേ. Take 2 glasses of water, add some pure honey to 1 glass, add adulterated honey to other. Observe what happened. അപ്പോൾ ഇവിടെ 2 ഗ്ലാസ് എടുക്കുന്നുണ്ട്, 2 ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നുണ്ട്. അതിൽ ഒന്നിലേക്ക് പ്യുവർ ആയിട്ടുള്ള ഹണി ചേർക്കുന്നുണ്ട്, രണ്ടാമത്തെ ഗ്ലാസ്സിൽ അഡൾട്ടഡ് ഹണിയാണ്, അതായത് മായം ചേർത്തിട്ടുള്ള ഹണിയാണ് നമ്മൾ ചേർക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഇനി ഒബ്സർവേഷനാണ്. ഹണി സെറ്റിൽ ഡൗൺ ഇൻ ഫസ്റ്റ് ഗ്ലാസ് ആൻഡ് ഹണി ഡിസോൾവ് ഇൻ വാട്ടർ ഇൻ അതർ. അതായത് ആദ്യത്തെ ഗ്ലാസ്സിൽ ഹണി എന്ത് ചെയ്യുന്നുണ്ട്? അടിയിലേക്ക് അടിഞ്ഞു കൂടുന്നുണ്ട് അല്ലേ, അങ്ങനെ പെട്ടെന്ന് ഒഴിച്ച ഉടനെ താഴോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെങ്കിൽ രണ്ടാമത്തെ ഗ്ലാസ്സിലോ ഹണി വെള്ളത്തിൽ ഡിസോൾവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഫ്ലുവൻസ് എന്താണ്? വെൻ പ്യുവർ ഹണി ഈസ് poured into water it settle down. if honey is adulterated it immediately ഡിസോൾവ് ഇൻ വാട്ടർ. അതായത് നല്ല പ്യുവർ ആയിട്ടുള്ള ഹണിയാണെങ്കിൽ, ഓക്കെ, ശുദ്ധമായിട്ടുള്ള തേനാണെങ്കിൽ അത് വെള്ളത്തിനടിയിലേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ അടിഞ്ഞു കൂടുന്നുണ്ട്. എങ്കിൽ അഡൾട്ടഡ് ആയിട്ടുള്ളത്, അതായത് മായം ചേർത്ത തേനാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഡിസോൾവ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് The adulteration in certain food items and the method to identify them are given below. Observe them carefully. അപ്പോൾ ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാം നിത്യം ഉപയോഗിക്കുന്ന ചില വസ്തുക്കളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ടർമറിക് ഉണ്ട്, അതേപോലെ വെളിച്ചെണ്ണ, പിന്നെ കായം അല്ലേ, മഞ്ഞൾ, വെളിച്ചെണ്ണ, കായമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് മായം ചേർക്കുന്നത്, അതെങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എക്സാമിനൊക്കെ ഏതെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പിന്നെ ആദ്യം നമുക്ക് ടർമറിക്, മഞ്ഞളിൽ എങ്ങനെ കണ്ടെത്താൻ പറ്റും, മായം ചേർത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. Take water in a glass tumbler and sprinkle a pinch of turmeric powder into it. അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഓക്കെ, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് എന്ത് ചെയ്യുക? വിതറുക. സ്പ്രിങ്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ വിതറുക. പിന്നെ കളർ വിൽ സ്പ്രെഡ് ടു ദ ബോട്ടം ഇഫ് ഇറ്റ് ഈസ് അഡൾട്ടറൻറ്റ് വിത്ത് സിന്തറ്റിക് ഡൈ. ഇനി ആ ഒരു മഞ്ഞൾപ്പൊടിയിൽ എന്തെങ്കിലും നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ, സിന്തറ്റിക് ആയിട്ടുള്ള നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആ നിറം താഴേക്ക് ഇങ്ങനെ പടരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, if not adulterant, turmeric powder will settle down at the bottom without the color spreading. ഇനി അതിൽ ഒരു മായം ചേർത്തിട്ടില്ല, നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അവിടെ ഈ ഒരു മഞ്ഞൾപ്പൊടി എന്ത് ചെയ്യും? താഴേക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടുന്നതായിട്ട് കാണാൻ പറ്റും. സെറ്റിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിഞ്ഞ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ പൊതുവേ ഈ മഞ്ഞൾപ്പൊടിയിൽ മായം ചേർക്കുന്ന എന്താണ്? സിന്തറ്റിക് ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും സിന്തറ്റിക് ഡൈ ആണ് ഈ മഞ്ഞൾപ്പൊടിയിൽ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതേപോലെ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇങ്ങനെ വിതറുക. അങ്ങനെ വിതറുമ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടെങ്കിൽ, അഡൾട്ടറൻ്റ് ആണെങ്കിൽ, ഇവിടെ മായം എന്ന് പറയുന്നത് സിന്തറ്റിക് ഡൈ ആണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ താഴോട്ടേക്ക് ഇങ്ങനെ നിറം ഇങ്ങനെ പടരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്തതാണ് വെളിച്ചെണ്ണൻ്റെതാണ് ഇനി നമ്മൾ നോക്കുന്നത്.
coconut oil. Fill half of a glass tumbler with coconut oil. Keep it in the freezer for 30 minutes and observe it. അതായത് ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസോളം വെളിച്ചെണ്ണ എടുക്കുക. അതെന്ത് ചെയ്യുക, നന്നായിട്ട് ഫ്രീസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഒരു 30 മിനിറ്റോളം അത് വെക്കുക. അതിനുശേഷം ഒബ്സർവ് ചെയ്യുക. ഇഫ് ദ കോക്കനട്ട് ഓയിൽ ഈസ് പ്യുവർ ഇറ്റ് വുഡ് ഹാവ് ഫ്രോസൺ കംപ്ലീറ്റ്ലി. ഇനി നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് അത് നല്ലതുപോലെ ഉറച്ചിട്ടുണ്ടാകും. ഇഫ് എനി അതർ ഓയിൽ ഹാസ് ബീൻ ആഡഡ് ടു കോക്കനട്ട് ഓയിൽ ദ അഡൾട്രൻറ്റ് ഓയിൽ വിൽ ഫ്ലോട്ട് എബവ് ദ കോക്കനട്ട് ഓയിൽ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്. ഇനി അതല്ല, മറ്റെന്തെങ്കിലും ഓയിൽ ഈ ഒരു കോക്കനട്ട് ഓയിലിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ, മായം ചേർത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അടിയിൽ ഇങ്ങനെ ഫ്രോസായിട്ട് നല്ല കട്ടിയിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും എണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഈ വെളിച്ചെണ്ണൻ്റെ മുകളിൽ ലിക്വിഡായിട്ട് തന്നെ ദ്രാവക രൂപത്തിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്യാതെ ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതുമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വെളിച്ചെണ്ണയിൽ മായം ചേർക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ വെളിച്ചെണ്ണയിൽ അഡൾട്ടറൻ്റായിട്ട് ഏതെങ്കിലും ഒരു ഓയിലൊക്കെയാണ് ചേർക്കൽ. ഓക്കെ, അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പകുതിയോളം വെളിച്ചെണ്ണ എടുക്കുക, അത് ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് നോക്കുമ്പോൾ നന്നായിട്ട് ഉറച്ചിട്ടുണ്ടാകും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ആണെങ്കിൽ. അതിന് അതല്ല, എന്തെങ്കിലും മായം ചേർത്തതാണെങ്കിൽ ആ ഒരു മായം ചേർത്ത ഓയിൽ എന്ത് ചെയ്യും, മുകളിൽ പൊങ്ങി കിടക്കുന്നതായിട്ട് കാണാം, അടിയിൽ ഈ വെളിച്ചെണ്ണ ഉറച്ചു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അസഫെറ്റിഡ. അസഫെറ്റിഡ എന്ന് പറഞ്ഞാൽ എന്താണ്, കായമാണ്. ടേക്ക് എ പീസ് ഓഫ് അസഫെറ്റിഡ ഇൻ എ സ്പൂൺ ആൻഡ് ബേൺ ഇറ്റ്. അതായത് ഒരു കഷ്ണം കായം സ്പൂണിൽ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കത്തിച്ച് നോക്കുക. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ബേൺ ലൈക്ക് കാംഫർ ഇറ്റ് മേ ബി അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് അഡൾട്രൻറ്റ്. ഇനി ആ കായം നമ്മളുടെ ക്യാംഫർ പോലെ കർപ്പൂരം പോലെ നന്നായിട്ട് കത്തുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ കായത്തിൽ എന്തുണ്ടെന്ന്, എന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നല്ല കായമാണെങ്കിൽ ക്യാംഫർ പോലെ നല്ലതുപോലെ കത്തും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. നല്ലതുപോലെ കത്തുകയാണെങ്കിൽ നല്ല കായമാണ്. ഇനി അതല്ല, എന്തെങ്കിലും മായം ചേർത്തതാണെങ്കിൽ അത് നല്ല രീതിയിൽ കത്തില്ല. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യാനുള്ളത്. അതായത് ബേസ്ഡ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ എബവ് ക്യാരി ഔട്ട് ദ ഫോളോയിങ് ആക്ടിവിറ്റി ടു ഫൈൻഡ് ഔട്ട് ദ അഡൾട്രേഷൻ ഇൻ ഫുഡ് ഐറ്റം ലൈക്ക് ടർമറിക് പൗഡർ, കോക്കനട്ട് ഓയിൽ ആൻഡ് അസഫെറ്റിഡ അവൈലബിൾ അറ്റ് യുവർ ഹോം. ടാബ്ലേറ്റ് യുവർ ഒബ്സർവേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും സിംഗിളായിട്ട് ചെയ്യാനുള്ളതാണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ പിന്നെ മഞ്ഞപ്പൊടി ഉണ്ടാകും, അതേപോലെ വെളിച്ചെണ്ണ ഉണ്ടാകും, അസഫെറ്റിഡ, കായൊക്കെ ഉണ്ടാകും. അതൊക്കെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഓരോരോ എക്സ്പെരിമെൻറ്റ് പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഈ വീട്ടിൽ ഈ 3 സാധനത്തിലും എന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാനുള്ള മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആ ഒരു ടേബിളിൽ എഴുതുക. അതേപോലെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് എഴുതുക. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ, മഞ്ഞൾപ്പൊടിൻ്റെതാണല്ലേ. Take some water in a glass tumbler and sprinkle a pinch of turmeric powder into it. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇങ്ങനെ വിതറുക. അപ്പോൾ നമ്മളുടെ ഒബ്സർവേഷൻ എന്താണ്, അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ടേമറിക് പൗഡർ സെറ്റിൽ ഡൗൺ ആണെങ്കിൽ, ഓക്കെ, ഞാനിവിടെ എഴുതിയത് സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ടെന്നാണ്, കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞൾപ്പൊടി താഴേക്ക് അടിഞ്ഞു കൂടുന്നുണ്ടെന്നാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിൻ്റെ നിഗമനം എന്ന് പറയുന്നത് അത് അഡൾട്രേറ്റഡ് അല്ല. താഴോട്ട് നന്നായിട്ട് അടിഞ്ഞു കൂടുകയാണെങ്കിൽ അഡൾട്രേറ്റഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മായം ചേർത്തിട്ടില്ല എന്ന്. അപ്പോൾ ഇതേപോലെ രണ്ടാമത്തെ നോക്കാം. ടേക്ക് എ പീസ് ഓഫ് അസഫെറ്റിഡ ഇൻ എ സ്പൂൺ ആൻഡ് ബേൺ ഇറ്റ്. കുറച്ച് കായം എടുത്തിട്ട് നന്നായിട്ട് കത്തിക്കുമ്പോൾ നന്നായിട്ട് ബേൺ ചെയ്യുകയാണെങ്കിൽ അത് മായം ചേർത്തിട്ടില്ല എന്നാണ് അർത്ഥം. പക്ഷെ ഞാൻ ഇവിടെ എഴുതിയത് സ്ലൈറ്റ്ലി ബേൺ എന്നാണ്, ചെറുതായിട്ട് കത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അഡൾട്രേറ്റഡ് ആണ്, എന്തോ മായം ചേർത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് കീപ്പ് എ ഗ്ലാസ് ടംബ്ലർ ഹാഫ് ഫില്ലഡ് വിത്ത് കോക്കനട്ട് ഓയിൽ ഇൻ ദ ഫ്രീസർ ഫോർ 30 മിനിറ്റ്. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ പകുതിയോളം വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ഫ്രീസറിൽ തണുപ്പിക്കാൻ വെക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ എന്താണ്, ഒബ്സർവേഷൻ ഫ്രീസ് കംപ്ലീറ്റ്ലി എന്നാണ്, നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിഗമനം എന്ന് പറയുന്നത് അത് അഡൾട്രൻ്റ് അല്ല, മായം ചേർത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസിൻ്റെ താഴെ
പിന്നെ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് തണുത്ത് നിൽക്കുന്നുണ്ട്, ഉറച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് മറ്റേതോ വെളിച്ചെണ്ണ ഇങ്ങനെ ലിക്വിഡ് ഫോമിലാണെങ്കിൽ അതിലെന്തോ മായം ചേർത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ രൂപത്തിൽ എഴുതാം. ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത് അതേ രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാം. വീട്ടിലുള്ളതൊക്കെ തന്നെ ഒരു മായം ചേർത്തിട്ടില്ല എങ്കിൽ അത് നിങ്ങൾക്ക് അതേ രൂപത്തിൽ ഈ ഒരു ടേബിളിൽ എഴുതിയാൽ മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത പ്രിപ്പയർ എ നോട്ടീസ് ഓർ പോസ്റ്റർ ടു ഡിസെമിനേറ്റ് ദ മെസ്സേജ് അഡൾട്രേഷൻ ഈസ് എ സോഷ്യൽ എവിൽ എക്സിബിറ്റ് ഇൻ ദ സയൻസ് ക്ലബ് ആൻഡ് പബ്ലിക് പ്ലേസസ്. അതായത് അഡൾട്രേഷൻ ഈസ് എ സോഷ്യൽ എവിൽ എന്ന ഈ ഒരു ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിർമ്മിച്ചാൽ മതി. ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിലെന്തെങ്കിലും ഇതേപോലെ ഇത് സേ നോ ടു അഡൾട്രേഷൻ, വി വാണ്ട് ടു ലീവ് മോർ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ നിർമ്മിക്കാം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് സേഫ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റം. അതായത് നമ്മളുടെ ഫുഡ് ഐറ്റം ഒക്കെ എങ്ങനെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് വെക്കാമെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വി ഹാവ് ബീൻ ഡിസ്കസിങ് ദ മെഷർ ടു ബി ടേക്കൻ ടു എൻഷ്യൂർ സേഫ്റ്റി ഓഫ് ഫുഡ് ഐറ്റംസ് വൈൽ സെലക്ടിങ് ദം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റം ഒക്കെ സെലക്ട് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഈസ് ദ പ്രിസർവേഷൻ ഓഫ് ഫുഡ് ഐറ്റം. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫുഡ് കേടുവരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളത്. വൈ ഈസ് പ്രിസർവേഷൻ എസെൻഷ്യൽ? ഡിസ്കസ് ദ പോയിന്റ് ഗിവൺ ബിലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പ്രിസർവേഷൻ സൂക്ഷിച്ചു വെക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ പോയിന്റ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. താഴെ കുറച്ച് പോയിന്റ് പറയുന്നുണ്ട്, നോക്കിക്കേ. മെനി ഫുഡ് ഐറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് വേരിയസ് പ്ലേസസ് ഇൻ ഡിഫറെൻറ്റ് സീസൺ ആർ ഇൻ ദ. അതായത് പല ഭക്ഷ്യവസ്തുക്കളും ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സീസണുകളിലാണ് ഉൽപ്പാദിക്കപ്പെടുന്നത് അല്ലേ. അതായത് നമുക്കറിയാം ഓരോരോ സീസണിലാണ് ഓരോരോ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സീസണിലായിരിക്കും ആ ഫ്രൂട്ട്സ് ഉപയോഗിച്ചുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത സീസണുകളിൽ ലഭിക്കുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഓരോരോ ഫുഡ് ഐറ്റംസൊക്കെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവുക. ആർ ദേ ഓൾ കൺസ്യൂം ഇൻ ദ റെസ്പെക്റ്റീവ് സീസൺ ദംസെൽഫ്. അതായത് അതത് സീസണിൽ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഫുഡ് ഐറ്റം ഒക്കെ ഒരു സീസണിൽ ഉണ്ടാകുന്ന ആ ഫുഡ് ഐറ്റം ഒക്കെ തന്നെ കഴിച്ച് തീർക്കാറുണ്ടോ? ഇല്ലല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഈ മാങ്ങ ചക്കയൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സീസണിലാണ് ഉണ്ടാകുന്നത്. ഈ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു സീസണിലാണ് നമുക്ക് പൊതുവേ ഈ ചക്കയും മാങ്ങയും ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാലങ്ങൾ അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ സീസൺ കഴിഞ്ഞിട്ടും നമുക്ക് ഈ ചക്കയും മാങ്ങയും ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത് വീട്ടിൽ? ഒന്നെങ്കിൽ ഈ ഉണക്കി സൂക്ഷിക്കാറുണ്ട്, ചക്കയൊക്കെ ഉണക്കി സൂക്ഷിക്കാറുണ്ട്, അതേപോലെ ഈ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് സൂക്ഷിക്കാറുണ്ട്. അപ്പം അങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാറാണുള്ളത് അല്ലേ. അതായത് ഈ മാങ്ങൻ്റെയും ചക്കൻ്റെയും സീസണൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. ആർ ദ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആൻഡ് അതർ ഫുഡ് ഐറ്റംസ് ഫുള്ളി കൺസ്യൂംഡ് അറ്റ് ഹോം ഓൺ ദ സെയിം ഡേ ഓഫ് പർച്ചേസ് ഇറ്റ്സെൽഫ്. അതായത് ഇതേപോലെ നമ്മൾ വീട്ടിൽ മാർക്കറ്റിൽ നിന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങി വെച്ചിട്ട് ആ ദിവസം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ച് തീർക്കാറാണോ പതിവ്? അല്ല, നമ്മൾ എന്ത് ചെയ്യും, കേട് വരാതിരിക്കാൻ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാറുണ്ടല്ലേ. അപ്പം ഇങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ കുറേ വാങ്ങി വെച്ചിട്ട് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി വെച്ചിട്ട് കേട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഇപ്പോൾ ഫിഷ് ആണെങ്കിലൊക്കെ അല്ലെങ്കിൽ കുറേ ഫിഷൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്കും കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ്, ഡു യു ഹാവ് ലെഫ്റ്റ് ഓവർ ഓഫ് കുക്ക്ഡ് ഫുഡ്? അതായത് നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും കുക്ക് ചെയ്ത ഫുഡ് ബാക്കി വരാറുണ്ടല്ലേ. അപ്പോൾ അതെന്താണ് ചെയ്യുക? അത് ഇതേപോലെ ഫ്രിഡ്ജിൽ വെക്കും. ഈ മീൻ കറിയും അല്ലെങ്കിൽ മറ്റ് കറികളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? അമ്മമാരൊക്കെ എന്താണ് ചെയ്യുന്നത്? അത് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് പതിവ്. എന്നിട്ട് പിറ്റേ ദിവസം കഴിക്കും അല്ലേ. അപ്പോൾ അനലൈസ് ദീസ് ഇൻസ്റ്റൻസസ്, ഫൈൻഡ് ഔട്ട് ഫോർ പ്രിസർവിങ് ഫുഡ് ഐറ്റം. അപ്പോൾ ഇവിടെ ചോദിച്ചതാണ് നമ്മളിങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനുള്ള റീസൺ എന്താണ്, അതായത് സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ റീസൺ എന്താണെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഒന്നാമത്തെ പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ടു ഓവർകം ഫുഡ് സ്കേഴ്സിറ്റി. ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഭക്ഷ്യക്ഷാമമാണ്. ഈ ഭക്ഷ്യക്ഷാമമൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ അതൊരു ഉപകാരമാണ്. അതേപോലെ ബാക്കി പോയിന്റ് നമ്മൾ ഇവിടെ പറയാണ് വേണ്ടത്. പിന്നെ അടുത്ത പോയിൻ്റാണ്, വി ക്യാൻ ഈറ്റ് സീസണൽ ഫുഡ് ഇൻ ഓൾ പീരീഡ്. അതായത് നമുക്ക് പൊതുവേ ഒരു സീസണൽ ഫുഡുണ്ട്, ഓരോരോ സീസണിൽ മാത്രം കാണപ്പെടുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞോണം ചക്ക മാങ്ങയൊക്കെ അല്ലേ. അത് എല്ലാ ടൈമിലും നമുക്ക് കഴിക്കാൻ പറ്റും, ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എല്ലാ പീരീഡിലും കഴിക്കാൻ പറ്റും.
ഇനി അടുത്ത പോയിന്റ് പ്രിവെൻറ്റ് ഫുഡ് വേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ഈ ഫുഡ് വേസ്റ്റ് കുറയ്ക്കാം അല്ലേ നമുക്ക്. ഇങ്ങനെ ഈ ദിവസത്തെ ബാക്കിയാവുന്ന ഫുഡ് അടുത്ത ദിവസം നാളേക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നാളെ കഴിച്ചാൽ ആ ഫുഡ് എന്താണ് വേസ്റ്റേജ് കുറഞ്ഞു കിട്ടും. ഇനി അടുത്ത നോക്കിക്കേ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഫുഡ് ഐറ്റംസ് ആർ നോട്ട് പ്രോപ്പർലി പ്രിസർവ്. അതായത് ഭക്ഷ്യവസ്തുക്കൾ ശരിയായിട്ട് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കേടുവരും അല്ലേ. അപ്പോൾ അവിടെ ഒരു കുട്ടി പറയുന്നത് നോക്കിക്കേ, അറ്റ് ഹോം റൈസ് സ്റ്റോർഡ് ഇൻ എ കണ്ടെയ്നർ റിമെയിൻസ് അൺസ്പോയിൽഡ് ഫോർ എ ലോങ് ടൈം. അതായത് വീട്ടിൽ പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കുന്ന അരി കുറേ കാലം കേടുവരാതെ ഇരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ബട്ട് കുക്ക്ഡ് റൈസ് ഗെറ്റ് സ്പോയിൽഡ് ആഫ്റ്റർ എ ഡേ. ഈസ് ഇറ്റ് സ്പോയിൽഡ് ഡ്യൂ ടു കുക്കിംഗ്. അതായത് എന്നാൽ ചോറ് ഒരു ദിവസം കഴിയുമ്പോഴേക്കും എന്ത് വരും? കേട് വരുന്നുണ്ട്. അപ്പോൾ വേവിച്ചത് കൊണ്ടാണോ കേട് വരുന്നത് എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ അരിയൊക്കെ നമുക്ക് ഈ പാത്രത്തിലൊക്കെ കുറേ കാലം സൂക്ഷിച്ച് വെക്കാം. പക്ഷെങ്കിൽ അതൊന്ന് വേവിച്ച് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കാറുണ്ട്? ഒരു ദിവസം കഴിയുമ്പോഴേക്കും അത് പുറത്ത് വെക്കുകയാണെങ്കിൽ കേടുവരും അല്ലേ. ഡു യു ഹാവ് ദ സെയിം ഡൗട്ട്? റീഡ് ദ നോട്ട് ഗിവൺ ബിലോ. അപ്പോൾ ഇങ്ങനത്തെ സംശയം, ഈ കുട്ടിക്കുണ്ടായ സംശയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? അപ്പോൾ അതിൻ്റെ റീസണാണ് താഴെ പറയുന്നത്. സ്പോയിലേജ് ഓഫ് ഫുഡ് ഐറ്റം ഈസ് മെയിൻലി ഡ്യൂ ടു ഡീകമ്പോസിഷൻ ആക്ഷൻ ബൈ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗസ്. അതായത് ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ കേടുവരുന്നത്. മനസ്സിലായല്ലോ? ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഈ മൈക്രോ ഓർഗാനിസമാണ് മെയിൻ റീസൺ. ഈ ഫുഡ് ഐറ്റമൊക്കെ കേടുവരുത്താനുള്ള മെയിൻ റീസൺ ആരാണ്? മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, ഫംഗസ് ഒക്കെയാണ്. സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ കേടുവരിക. മൈക്രോ ഓർഗാനിസം ബിക്കം ഇൻആക്റ്റീവ് അറ്റ് വെരി ഹൈ ആൻഡ് വെരി ലോ ടെമ്പറേച്ചർ. എന്നാൽ ഈ മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികളൊക്കെ ഇൻആക്റ്റീവ് ആയിരിക്കും. അവർ പ്രവർത്തിക്കാതിരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? നല്ല ഹൈ ടെമ്പറേച്ചർ, ഭയങ്കര ചൂടുള്ള സമയത്തും അതേപോലെ തീരെ കുറഞ്ഞ കാലാവസ്ഥയിലുമാണ് അവർ തീരെ പ്രവർത്തിക്കാതിരിക്കുന്നത്. മോറോവർ മൈക്രോ ഓർഗാനിസം കാനോട്ട് ബി ആക്റ്റീവ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ. അതേപോലെ തന്നെ ഈർപ്പം തീരെ ഇല്ലാത്ത സാഹചര്യങ്ങളും ഈ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കാൻ കഴിയില്ല. ദേ കനോട്ട് ആക്ട് ഓൺ ഫുഡ് ഐറ്റം വിച്ച് ആർ പാക്ക്ഡ് എയർ ടൈറ്റ്. അതേപോലെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് മറ്റേത് സാഹചര്യത്തിലാണ്? നന്നായിട്ട് പാക്ക് ചെയ്തത്, വായു തീരെ കടക്കാത്ത വിധം പാക്ക് ചെയ്തിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളിലും ഈ സൂക്ഷ്മജീവികളൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ മനസ്സിലായോ? അത് പ്രധാനപ്പെട്ടതാണ്, എക്സാമിനൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഈ മൈക്രോ ഓർഗാനിസം ആണ് നമ്മളുടെ ഫുഡ് ഐറ്റം ഒക്കെ കേടുവരുത്താനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്. എന്നാൽ ഈ മൈക്രോ ഓർഗാനിസം പ്രവർത്തിക്കാത്ത, അവർക്ക് ആക്റ്റീവ് ആവാൻ കഴിയാത്ത കുറച്ച് സാഹചര്യങ്ങളാണ് വെരി ഹൈ ആൻഡ് വെരി ലോ ടെമ്പറേച്ചർ. നല്ല ചൂടുള്ളപ്പോഴും അതേപോലെ തന്നെ നല്ല തണുത്ത അവസ്ഥയും ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല മൈക്രോ ഓർഗാനിസത്തിന്. അതേപോലെ തന്നെ അവർ ഇൻആക്റ്റീവ് ആവുന്ന മറ്റൊരു സാഹചര്യമാണ് ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ. ഈർപ്പമില്ലാത്ത അവസ്ഥ, ഉണങ്ങിയ അവസ്ഥയിലും അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അതേപോലെ എന്താണ്? നല്ല എയർ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവുക. അതായത് പുറത്തുനിന്ന് തീരെ വായു ഉള്ളിലേക്ക് കടക്കാത്ത വിധം പാക്ക് ചെയ്ത ആഹാര വസ്തുക്കളിലും ഇതേപോലെ മൈക്രോ ഓർഗാനിസം പ്രവർത്തിക്കില്ല. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോ ഓർഗാനിസം പ്രവർത്തിക്കാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് വെരി ലോ ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അത് വെരി ലോ ടെമ്പറേച്ചറാണ് അല്ലേ. അതുകൊണ്ട് ഫ്രിഡ്ജിലേക്കൊന്നും ഇതല്ല, മൈക്രോ ഓർഗാനിസം കടന്നാൽ തന്നെ അതിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അല്ലേ. വെരി ലോ ടെമ്പറേച്ചറിൽ അവർ പ്രവർത്തിക്കില്ല. അതേപോലെ വെരി ഹൈ ടെമ്പറേച്ചർ പറയാറുണ്ട്, വെള്ളമൊക്കെ എപ്പോഴും നല്ല തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കുടിക്കണമെന്ന്. അതെന്തുകൊണ്ടാണ്? ഈ മൈക്രോ ഓർഗാനിസം നശിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഈ മൈക്രോ ഓർഗാനിസം നശിച്ചു പോകും. അതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടാമത്തെ സാഹചര്യം നമ്മൾ പറഞ്ഞു മോയ്സ്ചർ, ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ എന്ന് പറഞ്ഞില്ലേ. ഈർപ്പം തീരെ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഉപ്പിലൊക്കെ ഇടുമ്പോൾ, മാങ്ങയൊക്കെ ഉപ്പിലിടുമ്പോൾ നന്നായിട്ട് തുടച്ചിട്ടാണ് ഉപ്പിലിടുക. കാരണം എന്താണ്? തീരെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കേടുവരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇനി നമ്മൾ പറഞ്ഞ ലാസ്റ്റിലത്തെ ഒരു സാഹചര്യമായിരുന്നു എന്ത്? വായു തീരെ ഉള്ളിലേക്ക് കടക്കാത്ത വിധം നമ്മളൊരു ഫുഡ് ഐറ്റം ഒക്കെ പാക്ക് ചെയ്താൽ ഇതേപോലെ തന്നെ കുറേ കാലം കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മളുടെ ഷോപ്പിലുള്ളതൊക്കെ ഇങ്ങനെ ഇതേപോലെ സൂക്ഷിക്കുന്നതാണ്. വായു ആയിട്ട് ഒരു കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ മൈക്രോ ഓർഗാനിസം അവിടെയും പ്രവർത്തിക്കും. ഓക്കെ, അതുകൊണ്ട് വായു തീരെ ഉള്ളിലേക്ക് കടക്കാത്ത വിധം നല്ല ടൈറ്റ് ആക്കുകയാണെങ്കിൽ ഫുഡ് ഐറ്റം കേടുവരാതെ കുറേ കാലം കിട്ടും.
ഇനി അടുത്ത ഇവിടെ നോക്കിക്കേ, വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ റൈസ് സ്റ്റോർഡ് ഇൻ എ ജാർ നോട്ട് ഗെറ്റിംഗ് സ്പോയിൽഡ് ഫോർ എ ലോങ് ടൈം ആൻഡ് കുക്കഡ് റൈസ് ഗെറ്റിംഗ് സ്പോയിൽഡ് ആഫ്റ്റർ എ ഡേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരിയൊന്നും പെട്ടെന്നൊന്നും കേടുവരില്ല, കുറേ കാലം അത് കേടുവരാതെ ഇങ്ങനെ നിലനിൽക്കും. പക്ഷേങ്കിൽ കുക്ക് ചെയ്ത റൈസ് പെട്ടെന്ന് കേടുവരും ചെയ്യും. ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഈ ചോറ് പെട്ടെന്ന് കേടുവരും. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? ഈ അരിയൊക്കെ ശരിക്കും ഉണക്കിയാണ് വരുന്നത് അല്ലേ, തീരെ വെള്ളത്തിൻ്റെ അംശമൊന്നും അതിലില്ല, നല്ല ഉണക്കിയിട്ടാണ് ഈ അരിയൊക്കെ വരുന്നത്. പക്ഷേങ്കിൽ ആ അരിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളമായാൽ ഇത് പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് അരി വരുന്നത്, അതുകൊണ്ട് അത് പെട്ടെന്നൊന്നും അത് കേടുവരില്ല. പക്ഷേങ്കിൽ നമുക്ക് ഈ ചോറൊക്കെ വെക്കുന്നത് എങ്ങനെയാണ്? ഈ വെള്ളത്തിലിട്ടിട്ടാണ് ചോറ് വെക്കുന്നത് അല്ലേ, അതുകൊണ്ട് എന്താണ്, അതിന് ഈർപ്പമുണ്ട്, മോയ്സ്ചറാണ്, അതുകൊണ്ട് അത് പെട്ടെന്ന് കേടുവരികയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാം, കുക്കിംഗ് പ്രോസസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസസ് ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് റൈസ്, ഇറ്റ് ഇൻക്രീസ് മൈക്രോബിയൽ ആക്ഷൻ. അതായത് കുക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണ്, വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് അല്ലേ, അതുകൊണ്ട് തന്നെ അത് ഈർപ്പമുണ്ട്. അതെന്ത് ചെയ്യും, ഈ മൈക്രോബിയൽ ആക്ഷനെ, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒക്കെ പ്രവർത്തനത്തെ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ കുക്ക് ചെയ്തിട്ടുള്ള റൈസ് പെട്ടെന്ന് കേടുവരാനുള്ള റീസൺ അതാണ്. ഇനി അടുത്തൊരു ചോദ്യമുണ്ട് ഇവിടെ, ടേക്ക് ഔട്ട് എ സ്ലൈസ് ഓഫ് ബ്രെഡ് ഫ്രം എ പാക്കറ്റ്, സ്പ്രിങ്കിൾ 1 or 2 ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓവർ ദ ബ്രെഡ്. അതായത് ഒരു ബ്രെഡ്, പാക്കറ്റിൽ നിന്ന് ഒരു ബ്രെഡ് എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം, 1-2 തുള്ളി വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് വെക്കുക, ഇങ്ങനെ കുടഞ്ഞിടുക. എന്നിട്ട് അതിന് ശേഷം എന്താണ്, ഒബ്സർവ് ദ ബ്രെഡ് ആഫ്റ്റർ 3 days യൂസിങ് ഹാൻഡ് ലൈൻസ് ഓഫ് മൈക്രോസ്കോപ്പ്. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക എന്താണ് ആ ബ്രെഡിന് സംഭവിച്ചത്. ഹാൻഡ് ലൈൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക എന്താണ് ആ ബ്രെഡിന് സംഭവിച്ചതെന്ന്. വാട്ട് ഡു യു സീ ഓൺ ദ ബ്രെഡ്? എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇവിടെ ഈ ബ്രെഡിൽ ഒരു പച്ച നിറത്തിൽ ഇങ്ങനെ പൂപ്പൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദീസ്? അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ്? അവിടെ ഫംഗസ് വന്നത് കൊണ്ടാണ്, ബ്രെഡിൽ ഫംഗൽ ആക്ഷന് അവിടെ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പച്ച നിറത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. റൈറ്റ് യുവർ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി ആൻഡ് ഡ്രോ ദ ഫംഗസ് യു ഹാവ് ഒബ്സർവ്. നിങ്ങൾ കണ്ട ഒരു ഫംഗസിൻ്റെ ചിത്രം നിങ്ങൾ സയൻസ് ഡയറിയിൽ വരച്ച് വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ചിത്രം കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ പൂപ്പൽ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ചെടികൾ പോലെ അല്ലേ, കുഞ്ഞു ചെടികൾ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഹാൻഡ് ലൈൻസിലൊക്കെ യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണ്, അവിടെ ഫംഗസ് വന്ന് ആ ഒരു ബ്രെഡിനെ ചീത്തയാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ കാരണം എന്താണ്, ബ്രെഡിൽ നമ്മൾ നനച്ചില്ലേ, നനച്ചപ്പോൾ അവിടേക്ക് മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ഫംഗസ് വന്ന് ആ ബ്രെഡിനെ കേടുവരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് നമുക്ക് പറയാം, ബ്രെഡ് വിൽ ഡെവലപ്പ് മോൾഡ് ഡ്യൂ ടു ആക്ഷൻ ഓഫ് ഫംഗസ്. അപ്പോൾ ഇവിടെ മോൾഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്രെഡിൽ പച്ച നിറത്തുള്ള പൂപ്പൽ വരുന്നതിനെയാണ്, ആ ഒരു ചിത്രം കാണുന്നില്ലേ ചെറിയ ചെറിയ പൂപ്പൽ, അതിനെയാണ് ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ബ്രെഡ് മോൾഡ് ഡെവലപ്പ് ആവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? ആ ഫംഗസിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ഇതേപോലെ പൂപ്പൽ വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇവിടെ പൂപ്പലിന് മോൾഡ് എന്നാണ് പറയുക, ബ്രെഡ് മോൾഡ് എന്നാണ് പറയുന്നത്, നിങ്ങൾ ഓർത്തിരിക്കുക. അത് വരാൻ കാരണം എന്താണ്, ഈ ഫംഗസിൻ്റെ ആക്ഷൻ കൊണ്ടാണെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് എടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അഡൾട്രേഷൻ എന്താണെന്ന് നന്നായിട്ട് പഠിച്ചിരിക്കുക. അഡൾട്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, മായം ചേർക്കൽ. അപ്പോൾ നമ്മളുടെ നിത്യജീവിതത്തിൽ ഏതൊക്കെ വസ്തുക്കളിൽ മായം ചേർക്കുന്നുണ്ടെന്ന് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണയിലൊക്കെ മായം ചേർത്താൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അതേപോലെ മഞ്ഞളിൽ മായം ചേർത്താൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതൊക്കെ. പിന്നെ അതേപോലെ ഫുഡ് പ്രിസർവേഷൻ എങ്ങനെയൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം, ഈ ഫുഡ് കേടുവരാനുള്ള റീസൺ എന്താണ്, അത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്